ഹായ്, ഈ വീഡിയോ കാണുന്നവർ ഓരോരുത്തരും ഓരോ വിശ്വാസത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ചിലർ ഹിന്ദുക്കളായിരിക്കും, ചിലർ മുസ്ലിങ്ങളായിരിക്കും, ചിലർ ക്രിസ്ത്യൻസ് ആയിരിക്കും, ചിലപ്പോൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. അങ്ങനെ ഓരോരോ വിശ്വാസങ്ങളാണ്. വിശ്വാസങ്ങൾ കുഴപ്പമില്ല, പക്ഷേ അന്ധവിശ്വാസങ്ങളെ പ്രശ്നമുള്ളൂ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആഗ്രയിലെ ഒരു വീട്ടിനുള്ളിൽ ഫ്രിഡ്ജിൽ ഒരു ഐസ് കട്ട ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ കണ്ടു. അതോടെ നാട്ടുകാർ വരുന്നു, വിളക്ക് വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു. എന്തൊരു നാടാ അത്! ഇപ്പോൾ ആ ഒരു ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വിവരമോ ബോധമോ ഉള്ളവരാണോ അവിടെ ഉള്ളവരൊക്കെ? പക്ഷെ അങ്ങനെ അവരെ മാത്രം കുറ്റം പറയാനും പറ്റില്ല. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെയാണ് നരബലി നടന്നത്. അത് നമുക്ക് മറക്കാൻ പറ്റുമോ? എന്തുമാത്രം നമ്മൾ ഭയാനകത്തോടെയാണ് ആ വാർത്തകളൊക്കെ കണ്ടിട്ടുള്ളത്. വിശ്വാസങ്ങളൊക്കെ എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ അന്ധവിശ്വാസം അമിതമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ, അതിന് ബൈബിള് കുറേ പഠിച്ചിരുന്നാലും അല്ലെങ്കിൽ ഹിന്ദുപരമായിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ട് ആ ഒരു രീതി ഏത് തന്നെയായിരുന്നു, ഏത് മതങ്ങളായാലും ഈ വേറൊരു ചിന്തകളും ഇല്ലാതെ ഈ മതം മാത്രം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം മാത്രം അവർ ചിന്തിച്ച് ചിലർക്ക് ഭ്രാന്തായി പോകുന്നവരുണ്ട്. അമിതമായിട്ട് ഇതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർ ആ ഒരു ചിന്തയും ആ ഒരു രീതിയും മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അവരിപ്പോഴും ജീവിക്കുന്നത് ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ ആ ലോകത്തായിരിക്കും അവർ ജീവിക്കുന്നത്. അവരുടെ അടുത്ത് നമുക്ക് ഒന്നും പറഞ്ഞ് ജയിക്കാനോ അല്ലെങ്കിൽ അതൊരു ഇതാണെന്നോ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എന്തുമാത്രം കാര്യങ്ങളാണ് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നു. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ദീർഘായുസ് കിട്ടാൻ വേണ്ടി ആളെ കൊല്ലുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഇല്ല എന്ന രീതിക്ക് അവർക്ക് കുട്ടി കിട്ടാൻ വേണ്ടി വേറൊരു കുട്ടിയുടെ കരള് തിന്നാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെയും നമ്മുടെ ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഈ പല ചിന്തകളും പോയി. ഇതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിനകത്ത് ഒരു ഐസ് പിടിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ വീട്ടിൽ എന്തുമാത്രം കണ്ടു. നിങ്ങളടക്കം കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഫ്രിഡ്ജിലെ ഐസ് കട്ട എന്തൊക്കെ രൂപത്തിൽ എന്തൊക്കെ ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. അതൊക്കെ നമ്മൾ അയ്യോ ഇതാണ് ഇത് ഇന്ന ദൈവമാണ്, ഇത് ഇന്ന ദൈവമാണ്, ഇത് ഈ ഒരു രൂപമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടോ? പറയുന്നവരില്ലെന്നല്ല കേട്ടോ. കേരളത്തിൽ ആകാശത്ത് മേഘത്തിൽ അതാ ദൈവത്തിൻ്റെ രൂപം കണ്ടു, ഇവിടെ മാതാവിൻ്റെ രൂപം കണ്ടു, അങ്ങനെ പറയുന്നവരുണ്ട്. മാതാവിൻ്റെ രൂപം കണ്ടു, ശിവന്റെ രൂപം കണ്ടു, അവരുടെ രൂപം കണ്ടു, ഇവരുടെ രൂപം കണ്ടു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ ഒരു ലോകത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വരെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും നാള് താജ്മഹൽ നമ്മുടെ മുംതാസിന് വേണ്ടി ഷാജഹാൻ പണിത് കൊടുത്ത ഒരു ഇതാണ് താജ്മഹൽ. അതിപ്പോൾ ഒരാൾ ഇതാ ഹർജിയുമായിട്ട് പോയിട്ടുണ്ട്. താജ്മഹൽ മുൻപ് ശിവക്ഷേത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട്, ഈ താജ്മഹൽ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ചെന്ന് കാണുക. അതിന് ശിവക്ഷേത്രമായിക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആരെയും അവിടെ കയറ്റത്തില്ല എന്ന്. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഈ താജ്മഹൽ കാണാൻ വേണ്ടി. അതൊക്കെ ഇനി എന്തായി വരുമെന്നറിയില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതും ഒക്കെ ഇതാണ്. മുംതാസിന് വേണ്ടി ഷാജഹാൻ പണിത കെട്ടിടം, അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പണിതതാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വാർത്തകൾ വരികയാണ്. നമുക്കൊന്നും വിശ്വസിക്കാനും പറ്റത്തില്ല. എന്താണ് ഇതിന് പിന്നിലെന്നും അറിയാൻ പറ്റത്തില്ല. യുപിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്ന അന്ധവിശ്വാസത്തിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നു, ആൾക്കാരെ ഭക്ഷിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇവർക്കൊക്കെ? നമ്മുടെ ശരീരം നമ്മളെ തന്നെ നമ്മൾ തിന്നുന്നതൊക്കെ പറയുന്നത് ഒരിക്കലും അതൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യം? നരബലിയുടെ വാർത്ത ഇവിടെ വന്നപ്പോൾ നമ്മളെ കേരളം മൊത്തം ഞെട്ടിത്തരിച്ചു. അവര് ആ ഫാമിലി എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ നല്ല ഡീസൻ്റായിട്ട് നടക്കുന്ന, പുറത്തിറങ്ങി ആരോട് ചോദിച്ചാലും അവരെ പറ്റി നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ടുള്ളൂ. അവരിൽ നിന്നാണ് ഇത്രയും ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്.
അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അന്ധവിശ്വാസങ്ങൾ കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഒരു ശിവലിംഗമായിട്ട് അവർ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവിടെ ആരുമില്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കാനെന്നാണ് തോന്നുന്നത്. ഒരു ഐസ് കട്ട ഒരു ശിവലിംഗത്തോട് ഉപമിക്കുകയാണ്. ഭൂമിയിൽ ആദ്യം ഉണ്ടായത് ശിവലിംഗമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു ശിവലിംഗത്തിന്റെ രൂപം വന്നത് കൊണ്ടാണ് അവർ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഈ ഐസ് കട്ട വെച്ച് ഒരു ദൈവമായിട്ട് ഉപമിക്കുന്നത്, അവരുടെ ശിവലിംഗമായിട്ട് ഉപമിക്കുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. അതുപോലെ തന്നെയാണ് ആൾദൈവങ്ങളെ പക്ഷെ എൻ്റെ ചുറ്റുപാടിലുള്ള എൻ്റെ നാട്ടുകാരും ഈ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല കേട്ടോ. എനിക്കതിൽ അഭിമാനമുണ്ട്. കാരണം അവർക്ക് വിശ്വാസവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, അവരവരുടേതായിട്ടുള്ള വിശ്വാസവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ നാട്ടിലുള്ളവർ ആരും ദൈവങ്ങളെ വിശ്വസിക്കുന്നവരല്ല. ഈ ഇടയ്ക്ക് മാതാ അമൃതാനന്ദമയി എന്തോ പറഞ്ഞെന്ന് ഞാൻ ഒരു പോസ്റ്റിൽ കണ്ടതാണ് കേട്ടോ. അത് യഥാർത്ഥ കാണണമെന്ന് അറിഞ്ഞില്ല, ഒരു പോസ്റ്റിൽ ഞാനിങ്ങനെ കണ്ടതാണ്. മാതാ അമൃതാനന്ദമയി പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുൻപ് കല്ലായി മാറുമെന്ന്. അവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ദൈവങ്ങൾ എനിക്കിഷ്ടമില്ല. സ്വയം ദൈവമാണെന്നും അല്ലെങ്കിൽ ഞാനൊരു ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരെ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തവരാണ്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ളവർ അങ്ങനെ തന്നെയാണ്. അവരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്കൊന്നും താല്പര്യം ഇല്ല. ഇവിടെ ഞങ്ങളുടെ നാട്ടിലുള്ളവർ അവരുടെ വിശ്വാസങ്ങൾ എന്താണോ, അല്ലെങ്കിൽ അവർ ക്ഷേത്രത്തിൽ പോകുന്നവരാണോ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരാണോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണോ, അങ്ങനത്തെ രീതിക്ക് വിശ്വസിക്കുന്നതും അവരവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരുമാണ്. വിശ്വാസങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. ഒരു ശക്തിയുണ്ട്, ആ ഒരു ശക്തിയിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾ, ഒരാളെ കൊല ചെയ്ത് എനിക്ക് രക്ഷ നേടണം, ഒരാളുടെ രക്തം കൊടുത്തിട്ട് എനിക്ക് നല്ലത് നേടണം, ഒരാളുടെ ബലി കൊടുത്തിട്ട് എനിക്ക് നല്ലത് നേടണം എന്നൊക്കെ ചിന്തിക്കുന്നതും എന്നൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവരുടെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റാത്ത ഒരു പ്രവണതയും കാര്യങ്ങളൊക്കെയാണ്. ചിലർ യൂട്യൂബിലൊക്കെ പറയുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നാഗം എൻ്റെ തലയിൽ വന്ന് കിടക്കും, എന്നോട് ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എന്താ കഞ്ചാവ് അടിച്ചിട്ട് പറയുന്നതാണോ എന്ന് തോന്നിപ്പോവും. എന്തൊക്കെ പറച്ചിലാ പറയുന്നത്? ഇത് ഇവരുടെ മനസ്സിൽ തോന്നുന്നതാണോ ഇതൊക്കെ? അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് ചില നേരത്ത് ചില വീഡിയോസൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു നല്ല രീതിയിലാണ് പറയുന്നത് എന്നൊക്കെ തോന്നും. പക്ഷെ ചിലരുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് ഇതിനൊക്കെ വിവരവും ബോധവും ഇല്ലേ എന്നൊക്കെ തോന്നിപ്പോവും. എന്തും വായി വന്നത് പറയാം. അതിന് ക്യാമറ കണ്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് തോന്നിയിട്ടാണോ അങ്ങനെ പറയുന്നത്, ഇങ്ങനെയെന്ന് അവർക്ക് അനുഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ, വെറുതെ ഇങ്ങനെ പറയുന്നതാണോ എന്നൊക്കെ തോന്നിപ്പോവും ഈ പറയുന്നത് കേട്ടപ്പോൾ. ചിലർക്ക് വട്ടാന്ന് നമുക്ക് തോന്നിപ്പോവും. ഇതൊക്കെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങൾ തലയ്ക്ക് മൂത്ത് വിശ്വാസങ്ങളെന്നൊക്കെ പറയാൻ പറ്റത്തില്ല ഇതിനെയൊന്നും. ഇതൊക്കെ അമിതമായിട്ടുള്ള എന്താ ബോധവും പൊക്കണമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഈ യു-പിയിൽ തന്നെ മുൻപ് വന്നിട്ടുള്ളതാണ്, കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾക്ക് കുട്ടി ഉണ്ടാകാൻ വേണ്ടി വേറൊരു കുട്ടിയുടെ കരൾ കഴിക്കാനൊക്കെ പറയുന്നത്. ഇത് തന്നെയാണ് അവിടെ ഹിന്ദുപരമായിട്ടൊക്കെ യു-പിയിലൊക്കെ ഭയങ്കര ഹിന്ദുപരമായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവിടെ ഇങ്ങനെയും നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വാർത്തകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അന്ധവിശ്വാസങ്ങളുടെ പല 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 വേഷനായിട്ട് കാണാൻ സാധിക്കും. അന്ധവിശ്വാസങ്ങൾ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിലൊക്കെയാണ് പോകുന്നതെന്ന്. എനിക്ക് വാർത്ത കണ്ടപ്പോൾ ആദ്യം എനിക്ക് ചിരി വന്നു. പക്ഷെ എന്നിട്ടും അവിടെ ഉള്ളവർ പോകുന്നല്ലോ, നാട്ടുകാരൊക്കെ ഇത് വിശ്വസിച്ചു കൊണ്ട് പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്താ ഒരു ഫ്രിഡ്ജിനകത്ത് ദൈവം വന്നിരിക്കുമെന്നൊക്കെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിവലിംഗം വന്നിരിക്കുമെന്നൊക്കെ പറയുന്നത് എന്താ ഇത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ.